ഞാൻ രസ്ന. ഞാൻ നിൽക്കുന്നത് സോനാമർഗിലാണ്. ഇത് നമ്മൾ വന്നിട്ടുള്ളത് അർബൻ ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജിൻ്റെ കൂടെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അടിപൊളി സർവീസാണ്, എല്ലാവർക്കും വിശ്വസിച്ച് വരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കാശ്മീർ എത്തിപ്പെടാം, ഒക്കെ സേഫ് ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് വരുന്നതാണ്. ഞങ്ങൾ 5 പേരായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. എൻ്റെ മക്കൾ 3 പേരുണ്ട്, ഹസ്ബൻഡ്, ഞാൻ, അങ്ങനെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫുൾ സേഫായിട്ട് നല്ല കോർഡിനേഷനാണ്, സേഫാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഗ്രൂപ്പിൻ്റെ കൂടെ വരാൻ പറ്റും. അപ്പോൾ ഇവർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നാടാണ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് കാശ്മീർ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അവിടെ എന്തായിരിക്കും എന്താണെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാശ്മീരിൻ്റെ ഭംഗി മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു സേഫ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ആദ്യം ഡൽഹിയിൽ 2 ദിവസം കറങ്ങി, കുത്തബ് മീനാർ, താജ്മഹൽ എല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റിലാണ് ഡൽഹിയിലേക്ക് വന്നത്. അവിടെ നിന്ന് അവരുടെ വോൾവോ ബസ്സിലാണ് ജമ്മു കാശ്മീരിലേക്ക് യാത്ര ചെയ്ത്. സേഫായിരുന്നു, എല്ലാ കാര്യങ്ങളും സേഫായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജമ്മുവിലെത്തിയതിന് ശേഷം അവരുടെ കാറ് വിട്ടിട്ട് നമ്മൾ ശ്രീനഗറിലേക്ക് ആ കാറ് വഴിയാണ് വന്നത്. ഒരു ഇന്നോവ കാറായിരുന്നു. അവിടുന്ന് നമുക്ക് നല്ലൊരു റൂം കിട്ടി. അവിടെ വന്ന് നമ്മൾ ഫ്രഷായി. അതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ പോയ സ്ഥലമാണ് ഗുൽമർഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ട്രക്കിങ്ങിന് കുറേ പിള്ളേരിങ്ങനെ ട്രക്കിങ്ങിന് പോയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അവരെ സന്തോഷം കണ്ടില്ലേ മുഖത്ത്, അവർ നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു, ഇതിൽ ഇൻവോൾവ് ആക്കാമെന്ന് വിചാരിച്ചത്. കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഹരം കയറി. അപ്പോൾ അവരുടെ അവസ്ഥ നമുക്ക് പറയണ്ടല്ലോ. എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയി, അതുകൊണ്ട് ഒരു കരകര സൗണ്ടൊക്കെ ഉണ്ടായിരിക്കും വോയിസ് കൊടുക്കുമ്പോൾ, ക്ഷമിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ എപ്പോഴും ഫാമിലി ആയിട്ട് വരുമ്പോൾ നല്ലൊരു പാക്കേജ് തന്നെ നോക്കിയെടുത്ത് വരാൻ നോക്കാം. പിന്നെ ഇവിടെയുള്ളവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹിന്ദി എന്നുള്ള ലാംഗ്വേജാണ്. ഇംഗ്ലീഷൊന്നും അധികം ആൾക്കാർക്ക് ഇങ്ങനെ അറിയുന്നില്ല. നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് അറിയില്ല. അതുപോലെ നമ്മൾ കുതിരപ്പുറത്താണ് ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുതിരപ്പുറത്ത് പോകുമ്പോൾ അവിടെയുള്ള ഗോഡവാലികൾക്കൊന്നും ഇംഗ്ലീഷൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പോകുമ്പോൾ നിങ്ങൾ നല്ലൊരു പാക്കേജ്, സേഫായിട്ടുള്ളൊരു പാക്കേജ് തിരഞ്ഞെടുത്തിട്ട് തന്നെ പോവാട്ടോ. പിന്നെ ഇവിടെ പറ്റിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ കുതിരപ്പുറത്ത് പോകണമെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മളെ പറ്റിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് വേണം അവരെ കൂടെ പോകാൻ, നമ്മൾ ഏത് സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിരുന്നത്, വേറെ ഒരു ഇതുള്ളതിൽ. അപ്പോൾ ഞാൻ ഓക്കെയാണ് ഈ അർബൻ ട്രിപ്സ് എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പായിട്ട്. അതുപോലെയുള്ള നല്ല ഗ്രൂപ്പുകൾ ഒരുപാട് ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതിന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അർബൻ ട്രിപ്സിൻ്റെ നമ്പർ ഞാൻ എന്തായാലും ഇതിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൽ പോവാം. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു റിവർ ഉണ്ട്. അത് നമ്മൾ ഏത് വഴി കൂടെ പോകണമെങ്കിലും ഈ റിവർ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിവറിൻ്റെ പേര് ലിഡർ റിവർ എന്നാണ്. അടിപൊളിയാണ്. ഇവിടുത്തെ വെള്ളമൊക്കെ കാണാനൊരു പ്രത്യേകതയാണ്. അതുപോലെ വെള്ളാരക്കല്ലുകൾ, ഉരുണ്ട വെള്ളാരക്കല്ലുകളാണ് ഇവിടെ ഫുള്ള് നമുക്ക് ആ റിവറിലൊക്കെ കാണാൻ പറ്റുന്നത്. ഈ വെള്ളത്തിന് തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വെയിലൊക്കെ കൊള്ളുമ്പോൾ ഭയങ്കര തിളക്കായിരിക്കും. നമ്മൾ പോകുന്ന എല്ലാ വഴിയിലും ഉണ്ടായിരിക്കും കേട്ടോ. ഇത് നമ്മൾക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് പോകുന്ന വഴിയിലെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഈ കാണുന്ന മരങ്ങളൊക്കെ ഇല്ലേ, അത് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു മരമാണ് കേട്ടോ. ഇതിൽ നിന്നാണ് ബാറ്റ്, സച്ചിൻ വരെ ഉപയോഗിക്കുന്ന ബാറ്റുകൾ ഇവിടെ ഉണ്ടാക്കി ഈ ഒരു മരത്തിൽ നിന്നാണ് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഈ ബാറ്റ് മരങ്ങൾ കാണാം. അതുപോലെ ബാറ്റിൻ്റെ ഷോപ്പുകളും കാണാം. വളരെ ചീപ്പായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ബാറ്റുകൾ കിട്ടുന്നുണ്ട്. 100 രൂപ മുതൽ തന്നെ ബാറ്റ് നമുക്ക് കിട്ടും കേട്ടോ. ബാർഗെയിൻ ചെയ്യണം നന്നായിട്ട്. അതുപോലെ ഏതൊരു ഷോപ്പിൽ പോയാലും നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുക. അവർക്ക് വായിൽ തോന്നിയ വിലകളൊക്കെ പറയും. നമ്മളിവിടെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് ഷോപ്പിംഗ് ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന വഴിയിലാണ് എടുത്തിരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തെന്നാ പറയുക, നമ്മൾ കേട്ടിട്ടുള്ളൂ കാശ്മീരിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. എവിടെ തിരിഞ്ഞാലും അതിൻ്റെ ഭംഗി നമുക്ക് കാണാനെടുക്കാൻ പറ്റും. അതുപോലെ ഫോണിലൊന്നും നമുക്കിത് ഒപ്പിയെടുക്കാൻ പറ്റില്ല. ശരിക്കും നമ്മളെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മളത് കണ്ട് ആസ്വദിക്കണം. അത്ര ഭംഗിയാട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് കാണാനായാലും. എന്താ പറയുക, നമ്മൾ വേറൊരു ലോകത്ത് ചെന്ന് പെട്ട പോലെയാണ് ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ സ്വർഗ്ഗം കണ്ടിട്ടല്ല പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതുപോലെ റോഡുകളിലേക്ക് നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുകയാണ്. സ്പ്രിംഗ് സീസൺ നമ്മൾ ചെല്ലുമ്പോൾ അവസാനിച്ചിരുന്നു, എന്നാലും ഇപ്പോഴും നന്നായിട്ട് പൂക്കൾ റോഡ് സൈഡിലൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
വന്ന ടൈം എന്ന് പറയുന്നത് മെയ് 10 ആ ടൈമിലാണ് നമ്മൾ കാശ്മീരിലെത്തിയത്. അതിന് മുന്നേ നമ്മൾ ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ തിരഞ്ഞെടുത്തത് ഗുൽമർഗിലാണ്. ഗുൽമർഗിൽ നിറച്ച് സ്നോ ആണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ റോജ ഫിലിം കണ്ടിട്ട് ഇത് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു അന്നൊക്കെ. എങ്ങനെയാണ് ഈ കാശ്മീർ അത് കണ്ടിട്ട് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അല്ലേ കാശ്മീർ. അപ്പോൾ ആ ഒരു ഏജിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും റോജ കണ്ട സമയത്തൊക്കെ. പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്ററാണ് ഇപ്പോൾ നമുക്ക് കാശ്മീർ കാണുമ്പോൾ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഭംഗി എന്ന് പറയാൻ പറ്റുള്ളൂ. അത് തന്നെ. അപ്പോൾ ഈ ജമ്മു കാശ്മീരിലെ ബാരാമുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ 8690 അടി ഉയരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഗുൽമർഗ് എന്ന് പറയുന്നത്. ആ ഗുൽമർഗിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത്. അവിടെ ഫുൾ സ്നോ ആണ്. പക്ഷേ അവിടെ എത്തിപ്പെടാന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. നമുക്ക് പകുതി ദൂരം മാത്രമേ നമ്മളുടെ വണ്ടി പോവുള്ളൂ, കാറ് പോവുള്ളൂ. അവിടെ നിന്ന് നമ്മൾ എന്തായാലും പോകണമെങ്കിൽ നമുക്ക് കുതിരപ്പുറത്ത് പോകണം. ആ കുതിരപ്പുറത്ത് പോകാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. നമുക്ക് ഫസ്റ്റ് ഡേ ഒക്കെ ഭയങ്കര പേടിയായിരിക്കും കയറാനും. കുതിരനെ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ലല്ലോ. അപ്പോൾ കുതിരനോടുള്ളൊരു പേടിയും അതുപോലെ എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിപ്പെടാന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കുതിരകളെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ കുറേ കുതിരകളും അതിനെ കൊണ്ടുപോകുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടാവും. ഇവിടുന്ന് നമ്മൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്തിട്ട് തന്നെ വേണം കേട്ടോ കുതിരേനെ എടുക്കാൻ. അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 3000-3500 നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ നമ്മളത് 2000 ആക്കി. ഫസ്റ്റ് നമ്മൾ ഗുൽമർഗിൽ പെട്ടുപോയി. നമുക്ക് അധികം അറിയില്ലല്ലോ. നമ്മൾ 2000 വെച്ചിട്ടാണ് പെർ പേഴ്സൺ പോയിരുന്നത്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സോനാമാർഗ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ അതിനേക്കാളും കുറച്ച് കിട്ടി. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി എങ്ങനെയാണ് അവിടെ ബാർഗെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അവർ പറയുന്ന പൈസ ഒരിക്കലും കൊടുക്കരുത്. പിന്നെ അവർ തന്നെ നമുക്ക് ഡ്രസ്സ് തരും കേട്ടോ. അവിടെ കയറാനുള്ള ഡ്രസ്സ്, ഷൂ അതൊക്കെ അവർ തന്നെ ഈ ഒരു എമൗണ്ടിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ വേറെ സെപ്പറേറ്റ് ക്യാഷ് കൊടുത്തിട്ട് പോയിട്ട് ഷൂ, ഡ്രസ്സ് ഒന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിരിക്കും. അത് പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അതായത് കുതിര, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുതിരപ്പുറത്താണെന്നുള്ള ഒരു ഓർമ്മയൊന്നും വരില്ല. എന്താ പറയുക, മഞ്ഞിൽ മൂടി പൊതിച്ച് കിടക്കുന്ന ഒരു നേച്ചറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭയങ്കര രസമായിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറൊരു ലോകത്ത് ചെന്നപ്പെട്ട പോലെയാണ്. ഞാനിത് പറഞ്ഞാലൊന്നും നിങ്ങൾക്കത് മനസ്സിലാവില്ല. ശരിക്കും പോയി അത് കണ്ട് ഫീൽ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ പറയുള്ളൂ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ളത്. അപ്പം മസ്റ്റായിട്ട് പോവാട്ടോ. ഒരു തവണയിലും നിങ്ങൾ പോവുക. അപ്പം നിങ്ങൾ ക്യാഷിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഇവർ ചെയ്തു തരുന്നത്. ഇവരെന്തായാലും കോൺടാക്ട് ചെയ്യുക. അവസാനം നമ്മളങ്ങനെ മഞ്ഞിൻ്റെ മൂടി പൊതിച്ച് കിടക്കുന്ന സ്ഥലത്തെത്തി. അപ്പം നമുക്ക് കുതിരപ്പുറമൊന്നും ഒരു ടാസ്ക് ആയിട്ട് തന്നെ തോന്നില്ല. പക്ഷെ ആദ്യത്തിൽ നമുക്ക് ഒരു പേടിയൊക്കെ തോന്നുമെങ്കിലും പിന്നെ നമുക്കതൊരു പേടിയൊന്നും തോന്നില്ല കേട്ടോ. കുതിരപ്പുറത്താണ് ഇരിക്കണേന്നുള്ള ഒരു ഫീലൊന്നും തോന്നില്ല. പക്ഷെ നല്ല രസമുള്ള വഴികളായിരുന്നു നമ്മൾ പോകുന്ന വഴിയൊക്കെ. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ജീവിതത്തിൽ നമ്മൾ ഒരു തവണയെങ്കിലും അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം ശരിക്കും. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്ന വരെയുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലെവലിലേക്ക് പോകും. അത്ര ഭംഗിയാണ്. അപ്പോൾ പാത്ത് ഓഫ് ഗൗരി എന്നറിയപ്പെടുന്ന ഗൗരി മാർഗ് എന്നായിരുന്നു ഇതിൻ്റെ പേര്, ആദ്യത്തെ പേര് കേട്ടോ. പിന്നീട് അത് കാശ്മീർ ഭരിച്ചിരുന്ന യൂസഫ് ഷാ ആണ് ഇതിൻ്റെ പേര് മെഡോസ് ഫ്ലവേഴ്സ് എന്ന അർത്ഥം വരുന്ന ഗുൽമർഗ് എന്നുള്ള ഒരു പേരിലേക്ക് മാറ്റിയത്. മുഗൾ രാജാക്കന്മാരൊക്കെ അവിടെ നിന്നിരുന്ന സമയത്ത് ഈ സ്ഥലം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിരുന്നു. എന്നിട്ട് അവർ നോർത്ത് ഇന്ത്യയിൽ തിരക്കൊക്കെ കൂടുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാൻ വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഗുൽമർഗ് എന്ന് പറയുന്ന സ്ഥലം. കാണേണ്ട സ്ഥലം തന്നെയാണ്. വെറുതെ ഒന്നല്ല അവരിവിടെ വന്നിരുന്നത്. അത്ര ഭംഗിയാണ്. ഭൂമിയിലെ സ്വർഗ്ഗമാണത്. ഇവിടേക്ക് നമ്മളെ കൂടെ ഗോഡാവാലിയൊക്കെ വലകൾ നമ്മളെ കൂടെ തന്നെ വരും കേട്ടോ. എന്നിട്ട് അവർ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആകുമ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് അടിപൊളി മഞ്ഞുമഴ പെയ്തത്. നമുക്ക്
പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എന്നറിയില്ലേ, അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മഞ്ഞുമഴ പെയ്തു. ഭയങ്കര രസമായിരുന്നു അത്. പക്ഷെ നമ്മളെ മേലൊക്കെ തട്ടുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. മുഖത്തേക്കൊക്കെ വന്ന് വീഴുമ്പോൾ കല്ല് വന്ന് വീഴുന്ന ഒരു ഫീലായിരുന്നു. അതുപോലെ കുതിരകളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. കുതിരപ്പുറത്തേക്കൊക്കെ ഇതുപോലെ വീഴുമ്പോൾ നല്ല നല്ല വലിപ്പമുള്ള കല്ലുകട്ടകൾ വീഴുന്ന പോലെയായിരുന്നു മഞ്ഞുകൾ വീണിരുന്നത്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, നമുക്ക് ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഭയങ്കര ഹാപ്പിയായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. ആ ഒരൊറ്റ ഡേ കൊണ്ട് തന്നെ നമ്മൾ കാശ്മീർ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയിട്ടാ. എല്ലാ സ്ഥലങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. നമുക്ക് ഇനിയും ഇഷ്ടം പോലെ സ്ഥലങ്ങൾ 4 സ്ഥലങ്ങളും കൂടി ഇതിൽ കാണാനുണ്ട്. പെഹൽഗാം കാണാനുണ്ട്, സോനാമർഗ് ഉണ്ട്, ദൂദ്പത്രി ഉണ്ട്, ശ്രീനഗർ ഉണ്ട്. അതൊക്കെ അടുത്തുള്ള എപ്പിസോഡിലൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ എന്തായാലും അടിച്ചു പൊട്ടിച്ചോട്ടെ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. പെഹൽഗാം ആയാലും മറ്റുള്ള സ്ഥലങ്ങളായാലും നിങ്ങൾക്ക് കാണണമെങ്കിൽ മറക്കരുത്. പിന്നെ അടിപൊളി കണ്ടൻറ്റുകളാട്ടോ, നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഒരിക്കലും. അടുത്ത ഒരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.